സ്ഥാനമാനങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടും കോൺഗ്രസിൽ ചേർന്ന ഒരു ത്യാഗം ചെയ്യാൻ മുരളീധരനെ സമ്മതിക്കാത്ത ലോകം. തിരിച്ചെത്താൻ വെമ്പുന്ന ഒരു റിയൽ ടാലന്റിനെ ക്ഷണിച്ച് സംഘടനയെ ശക്തിപ്പെടുത്താൻ സോണിയാഗാന്ധിയെ സമ്മതിക്കാത്ത ലോകം. എന്തിന് ഒന്ന് മിണ്ടാൻ, ഒന്ന് ഉരിയാടാൻ പോലും മുഖ്യമന്ത്രിയെ സമ്മതിക്കാത്ത ലോകം. ഈ ലോകത്തോട് ഒരപേക്ഷ. തിരുവാതിർവ അവതരിപ്പിക്കാൻ ദയവായി അനുവദിക്കണം. കോൺഗ്രസ് എന്ന പാർട്ടി ഇക്കാലത്തും രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ തമാശകൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. മിടുക്കരിൽ മിടുക്കനായ ഒരു ടാലന്റ് എന്തും സഹിക്കാൻ തയ്യാറായി തന്നെ ഒന്ന് പാർട്ടിയിൽ എടുക്കൂ എന്ന് അപേക്ഷിച്ച് പുറത്തു നിൽക്കുന്നു. അത് തിരിഞ്ഞു നോക്കാൻ സംഘടനയ്ക്ക് സമയമില്ല. അവർ റിയാലിറ്റി ഷോ നടത്തി ടാലന്റുകളെ കണ്ടെത്താൻ പരിശ്രമിക്കുകയാണ്. കരഞ്ഞ് കാലുപിടിച്ച് പ്രാഥമിക അംഗത്വം തിരികെ നേടാൻ നോക്കുന്നവന് ആട്ടും തുപ്പും. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. തെറ്റ് തിരുത്തി തിരികെ വന്നവരെയൊക്കെ സ്വീകരിച്ച ഒരു മഹത്തായ പാരമ്പര്യമാണ് കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലൊക്കെ ഉള്ളത്. വേണ്ട, അവരെടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ നാളെ തിരിച്ചു ചെന്നാൽ എനിക്ക് ഒരു സ്ഥാനത്തിന്റെ ആവശ്യമില്ല. നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും? ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. ആ നിലപാടുകൾ ആദ്യം മുതലേ ഞങ്ങൾ എടുത്തിരുന്ന നിലപാടുണ്ട്. അതിൽ നിന്ന് ഒരു മാറ്റവും ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കില്ല. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. 6 വർഷക്കാലത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ മുരളീധരന്റെ പേരിലുണ്ട്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത്. തോന്നുമ്പോൾ വരാനും തോന്നുമ്പോൾ പോകാനും കോൺഗ്രസ് വഴിയമ്പലമല്ല. ആ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. ഇനി നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. ഇല്ലേ? ഇല്ല. പട്ടി എന്തോ പ്രകോപിപ്പിച്ച് നേതാക്കന്മാർക്കെതിരെ എന്നെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിക്കാനുള്ള ചില ശ്രമങ്ങളാണ് നടക്കുന്നത്. എത്ര തവണ വേണേലും വിളിച്ചോ. അത് അവസാന ഹൈക്കമാൻഡോട് ഇയാൾ വരുന്നതിന് മുമ്പേ തകരാറാണ്, വന്നു കഴിഞ്ഞാലും തകരാറുണ്ടാക്കും എന്ന് പറയാനുള്ള ഒരു അടവിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിനോട് ഞാനിപ്പോ തൽക്കാലം ഒന്നും പറയുന്നില്ല. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ട് ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച് ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. ഇനി ഒരു കെ മുരളീധരൻ നാളെ കോൺഗ്രസിൽ വന്നാലൊരു ഫൈറ്ററായിട്ട് മാറുമെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഞാൻ നിന്റെ മുഖത്ത് കാറി തുപ്പും, ചെരുപ്പൂരി അടിക്കും, അഴുക്ക് ചാലിപ്പിടിച്ച് തള്ളും. അതെ, അറക്കൽ ബീവിയെ കെട്ടാൻ മോഹം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് തന്നെ. അത്രയേ ഉള്ളൂ, ഞാൻ സഹിക്കും. കഴിഞ്ഞ 3 വർഷം ദുഃഖങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. നീ ഇന്നലെ വിശന്ന് വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ അവിയലും ഭയങ്കര മനോഹരമായിരിക്കും. കുളിച്ചു വാ. കോൺഗ്രസിൽ ചേരാൻ നോക്കുമ്പോ അതിന്റെ മുമ്പിൽ വാതിൽ കൊട്ടിയടയ്ക്കാൻ ആർക്കും കഴിയില്ല. പപ്പടം വലുത് വേണോ അതോ ചെറുത് മതിയോ? പപ്പടോ നല്ലോണം കഴിച്ചോളാം കേട്ടോ. ദാസ, ഈയിടെ നിനക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒരു ശ്രദ്ധയുമില്ല. ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. നീ വല്ലാണ്ട് മെലിഞ്ഞുപോയി തന്നെ. വല്ലാണ്ട് മെലിഞ്ഞുപോയി. കോൺഗ്രസിലേക്ക് പോകുന്നത് പാർട്ടീനെ ശക്തിപ്പെടുത്താൻ. എന്തോ നല്ല കവള്. ഇനി കെ മുരളീധരൻ കീഴടങ്ങി എന്നുള്ള ഒരു സന്തോഷം ആർക്കെങ്കിലും ഉണ്ടാവണമെങ്കിൽ അതിലും എനിക്ക് വിരോധമില്ല. ഒരേ കല്ലിൽ തട്ടി പലതവണ വീഴുന്നവൻ മണ്ടനാണ് എന്ന് അറിവുള്ളവർ പറയുന്നു. ആ അർത്ഥത്തിൽ നോക്കിയാൽ കോൺഗ്രസ് നേതാക്കൾ ബുദ്ധിമാന്മാരാണ്, മഹാബുദ്ധിമാന്മാർ. അവർക്കറിയാം ഇപ്പോഴത്തെ കണ്ണീര് കണ്ട് കരളലിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന്. ഓഹോ, സാറ് വിളിക്കായിരുന്നാ? ഞാൻ വിളിച്ചിട്ട് നീ വിളിയേക്കാത്തത്? അങ്ങനെ വിളി കേട്ട് കേട്ടാ നീ എന്റെ തലേ കയറി ഇരിപ്പ് തുടങ്ങിയത്. എന്തിനാ വിളിച്ചത്? വിശേഷം വല്ലതുണ്ടോ? രാവിലെ എഴുന്നേറ്റാലുടൻ എനിക്കൊരു ബെഡ് കോഫി ആരണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അറിഞ്ഞൂടല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയിരുന്നു. അത് അപ്പോഴത്തെ എന്റെ ഗതികേട് കൊണ്ട് ഉണ്ടായിപ്പോയൊരു ഭരണഘടനയാ. ചായയോ കാപ്പിയോ ബിരിയാണി എന്താണ് വേണ്ടത് വെച്ചാൽ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോളണം. നീ എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ പതുങ്ങിയിരിക്കുകയായിരുന്നു. സത്യത്തിൽ കോൺഗ്രസ് മുരളീധരന് നന്ദി പറയണം. ഇന്ന് കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നിർത്തുന്ന ഒറ്റ ഘടകം മുരളീധരനാണ്. മാത്രവുമല്ല, ആവർത്തന വിരസമായ പ്രസ്താവനകൾ ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ഉതിർക്കുന്നില്ല. ആരും ശ്രദ്ധിക്കുന്ന പരാമർശങ്ങളാണ് അവർ തൊടുക്കുന്നത്. ഇന്നെക്കാളും ബ്രേക്ക് ഇല്ലാത്ത ബ്രേക്ക് ലോല് ഇവിടെ ഉണ്ട്.
അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, അദ്ദേഹത്തിന് ബ്രേക്കേ ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലത്തെ പ്രസ്താവന. ഒരു ദിവസം തന്നെ ഇതുപോലെ കോൺട്രഡക്ടറി ആയ 2 പ്രസ്താവന നടത്തുന്ന ഒരു നേതാക്കന്മാരും കേരളത്തിലില്ല. ഒന്നും രണ്ടല്ല, ഒരു വോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ 2 വോട്ട് പോകുന്ന സ്ഥിതിയായിരുന്നു DICയെ അനുസരിച്ചപ്പോൾ ഉണ്ടായത്. അപ്പൊ അത്തരം ഒരു പരാക്രമത്തിന് ഇനി ഞങ്ങൾ തയ്യാറല്ല. വഴിയാധാര ആവുന്നൊക്കെ അങ്ങനെ പോകുന്നത് സങ്കടമുള്ള കാര്യമല്ല നമുക്കൊക്കെ. അതിന് ആർക്കും സന്തോഷമുള്ള കാര്യമല്ലോ വഴിയാധാരമായി പോകുന്നത്. ഇത് ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞോ, അല്ലെങ്കിൽ നാളെ ഹെഡ്ലൈൻ വരും, മുരളി വഴിയാധാരമായി പോകുന്നത് സങ്കടകരമാണെന്ന് പറയാം. ഞാൻ ചോദ്യത്തിന് എല്ലാവരും കേൾക്കാനും പറഞ്ഞു, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ. പക്ഷേ ഏറ്റവും നല്ല പരാമർശം ഉമ്മൻചാണ്ടിയുടേതായിരുന്നു. ഞങ്ങൾ പറയുന്ന മറുപടി എപ്പോഴും ഒന്നാകുമ്പം ഇത് കേൾക്കുന്ന ജനങ്ങള് മടുക്കും. ഇപ്പൊ ഞാന് അല്ല കേട്ടോ മടുക്കും. ഞാനിപ്പോ ഒരു പദപ്രയോഗം മനഃപൂർവ്വം അങ്ങ് ഒഴിവാക്കുക. ഒരു പദം ഞാൻ മനഃപൂർവ്വം അങ്ങ് ഒഴിവാക്കുക. കാരണം ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് മടുത്ത് ഇനി പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആളുകളെ പേടിച്ചിട്ട് ഞാൻ പറയാതിരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഈ ബഹളങ്ങളിൽ അനാഥരായ ചിലരുണ്ട്. ഒറിജിനൽ NCP-ക്കാർ. ആദ്യം അച്ഛൻ ലീഡറും പിന്നെ മകൻ ലീഡറും അനാഥമാക്കിയ അവർ ഇപ്പോൾ നടുകടലിലാണ്. ഒരു കാറ്റടിച്ച് അകത്തേക്ക് വന്നവർ മറ്റൊരു കാറ്റടിച്ച് പുറത്തേക്ക് പോയി. ഒരു കൊടുങ്കാറ്റടിച്ച ഷോക്കാണ് അവർക്ക്. സ്വർഗവും നരകവും കാലമാം കടലിൽ അക്കരയോ ഇക്കരയോ. നമ്മളെ അപമാനിക്കുന്നവരുടെ മുന്നണികൾ 2 മുന്നണിയും അപമാനിക്കും. നമ്മൾ അങ്ങനെ പരസ്യമായി പറയും. മനുഷ്യനെ സൃഷ്ടിച്ച ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം. ഇല്ലാത്ത മുന്നണി, കിട്ടാത്ത മുന്നണിക്ക് വേണ്ടി എത്ര ആൾ കാത്തിരിക്കണം? കണ്ണുനീർ കടലിലെ കളിമൺദ്വീപിത് ഞങ്ങൾക്കെന്തിനു തന്നു പണ്ടു നീ ഞങ്ങൾക്കെന്തിനു തന്നു. ആ സ്വാഭിമാനം എന്ന് പറയുന്നത് നമുക്കും ബാധകമാണ്. ഇന്ത്യയിൽ കേരളത്തിലെ പാർട്ടിയിൽപ്പെടും സ്വാഭിമാനത്തിന്റെ ഒരു വികാരം ഉൾക്കൊള്ളുന്നത് കൃത്യമാണ് ഞാൻ പറയുന്നു. മനുഷ്യനെ തീർത്തത് ചെകുത്താനാണെങ്കിൽ ചെകുത്താനോടൊരു ചോദ്യം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേരിടാൻ മുന്നണി വേണം നിർബന്ധമുണ്ടോ? സ്വർഗത്തിൽ വന്നൊരു കലിനീട്ടി ഞങ്ങളെ ദുഃഖക്കടലിലറിഞ്ഞു. എന്തിനീ ദുഃഖക്കടലിലറിഞ്ഞു. നമ്മൾ അഭിമാനം വ്രണപ്പെടുന്നുണ്ട്, പാർട്ടി കൊടുക്കുന്ന അഭിമാനം വ്രണപ്പെടുന്നുണ്ട്. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ ഇളകുമരം കണ്ണടച്ചു. സ്വർഗവും നരകവും കാലമാം കടലിൽ അക്കരയോ ഇക്കരയോ. ജനതാദളിലും NCP-യും ഒക്കെ പിളർന്നു മാറുന്ന കാലത്ത് പണ്ട് പിളർന്നവർ ഒന്നിക്കുന്ന ഒരു കാഴ്ച ആനന്ദകരമാണ്. ഐക്യ കേരള കോൺഗ്രസ് അത് കേരളത്തിലെ നിഷ്പക്ഷ മതികൾ ഉൾപ്പെടെ കേരള കോൺഗ്രസ് ചിന്താഗതിയിലെ ആളുകൾ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ സ്വപ്നമാണ്. ദൈവം അനുഗ്രഹിച്ചാൽ എത്രയും വേഗം അത് പ്രാവർത്തികമാകും എന്ന് ഉറച്ചു വിശ്വസിക്കും. താഴെത്തട്ടിൽ മുഴുവൻ ഒന്നിച്ചു. ഞങ്ങൾ 4 കൂടെ ഒന്നിപ്പാണ് ഇങ്ങനെ ചർച്ച നിൽക്കുന്നത്. എങ്കിലും ഏതാണ്ട് എപ്പോൾ ഏകീകരണം ഉണ്ടാകുമെന്ന് പറയാമോ? പറയാം. കേരളപ്പിറവി എന്നാണ്. ലാലു ഒരു കാര്യം, 1 മാസത്തിൽ കൂടുതൽ ഇനി യോജിപ്പെന്നും പറഞ്ഞ് PC നടക്കല മതിയോ? മതിയല്ലോ. ഒന്നെങ്കിൽ യോജിക്കും, ഇല്ലെങ്കിൽ പിരിയും.
എനിക്ക് ഇടയ്ക്ക് ഒരു സംശയം തോന്നി പിരിയാണെന്ന്. പക്ഷെ ഇപ്പോ വളരെ സജീവമായ ചർച്ചകളുണ്ട്. അത് നിങ്ങളോടും പറയാത്തതാണ്. നിങ്ങളെ അറിയരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ കൂടുന്നത്. ഒരു മാസത്തിനകം തീരുമാനമുണ്ടാവും. കുഞ്ഞല്ല, അപ്പൻ. ഏറ്റവും ഒന്നിക്കൽ അപ്പൻ ജനിക്കും. കേരള കോൺഗ്രസ് മക്കൾ ചേർന്ന് അപ്പനെ ജനിപ്പിക്കുന്നതും കാണേണ്ടി വരും ഉടൻ തന്നെ. ആ അപ്പൻ മക്കളെ പിരിക്കാതിരുന്നാൽ മതിയായിരുന്നു, ഒരു ചെറിയ ഇടവേള വരെയെങ്കിലും.